2007 തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനസൂയ. ഒരു സീരിയൽ കില്ലർ മൂവിയാണ്. ഇന്ന് അനസൂയയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും വീഡിയോ എന്ന് ലഭിക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും. സമയം രാത്രി. ഒരു സ്ത്രീ അവൾ ജിമ്മിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അവളുടെ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ട് അവൾ പേടിച്ചു. അവൾ അവളുടെ സെർവന്റിനെ കുറെ നേരം വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ വീട്ടിൽ ആരും തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വീട് ചുറ്റും നോക്കുന്നതിനിടക്കായിരുന്നു ഫ്രിഡ്ജിന്റെ ഡോറും ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടു. അവൾക്ക് വളരെയധികം ദേഷ്യം വന്ന് അവൾ സെർവന്റിനെ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആരും തന്നെ പ്രതികരിക്കാത്തത് കാരണം അവൾ തന്നെ ഫ്രിഡ്ജിനടുത്തോട്ട് നീങ്ങി ഡോർ അടക്കുകയായിരുന്നു. പക്ഷെ ഡോർ അടക്കുന്നതിന് തൊട്ടു പിന്നിൽ തന്നെ സെർവന്റ് ഉണ്ടായിരുന്നു. ഇവൾ ഇത് കണ്ട് പേടിച്ചു വരച്ചു. അവൾ കുറെ നേരം സെർവന്റിനെ ശകാരിച്ചു. ഇതിന്റെ പേരിൽ എന്താണ് ഡോർ തുറന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. അവൾ അതിനിടയ്ക്ക് ഒന്ന് ഫ്രഷ് ആയി വരാന്ന് പറഞ്ഞു. അവൾ ഒന്ന് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രഷ് ആയിട്ട് അവൾ തിരിച്ചു വീണ്ടും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾ കണ്ട കാഴ്ച ഫ്രിഡ്ജിന്റെ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നതായിരുന്നു. ഇതിൽ അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ വീണ്ടും സെർവന്റിനെ ഒരുപാട് വിളിച്ചു. പക്ഷെ ആരും തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഡോർ അടക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിനടുത്തോട്ട് നീങ്ങി. പക്ഷെ അവൾ കണ്ട കാഴ്ച ഞെട്ടിത്തിരിച്ചു. ആ ഫ്രിഡ്ജിന് പിന്നിൽ അവളുടെ വേലക്കാരിയുടെ ശവശരീരമായിരുന്നു. അവൾക്ക് മനസ്സിലായി വീട്ടിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ട്. ഈ സമയം അവൾ വല്ലാതെ പേടിച്ചു ഭയന്നിരുന്നു. അവൾ പാനിക്കായി നേരെ അവളുടെ കിച്ചണിലേക്ക് ഓടി ഒരു ആയുധം തിരയുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു മൂർച്ചയുള്ള കത്തി തന്നെ ലഭിച്ചു. കത്തിയുമായി തിരിഞ്ഞത് അവൾ കൊലയാളിയുടെ മുമ്പിലേക്കായിരുന്നു. കൊലയാളിയെ കണ്ടതും അവൾ ഭയന്നു വിറച്ചുപോയി. കൊലയാളിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവളെ ആഞ്ഞുവെട്ടി. കൊലയാളി അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായകൻ മറ്റൊരു സ്ഥലത്ത് ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ക്രിക്കറ്റ് കളിക്ക് വേണ്ടി ബെറ്റും വെച്ചിരിക്കുകയായിരുന്നു. അതേ സമയമാണ് നമ്മുടെ നായകൻ ഒരു കോൾ വരികയും അദ്ദേഹം ഉടനെ സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു. സംഭവസ്ഥലത്തെത്തിയ ഉടനെ അദ്ദേഹം മൃതദേഹം പരിശോധിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അക്കാര്യം പെട്ടത്. മൃതദേഹത്തിന് വലത് കണ്ണുണ്ടായിരുന്നില്ല. അതുപോലെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു റോസ് പൂ കിട്ടുകയും ചെയ്തു. അപ്പൊ ഉടനെ ആ ഓഫീസർ വന്ന് പറഞ്ഞു, സാർ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ നായകൻ മനസ്സിലായത് ഇതൊരു സീരിയൽ കില്ലറാണ് എന്നുള്ള കാര്യം.